അപ്പോൾ നമുക്കിന്ന് വെനസ്ഡേ ആണ്. നമ്മുടെ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ട് നമ്മുടെ സേഫ് സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ബേസ് ചെയ്തിട്ട് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you. Thank you, Gopika. Thank you, team. Okay, very warm magic morning to all. Okay. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബി മാജിക്കിൻ്റെ ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവാണ്. ബി മാജിക്കിൻ്റെ ഗ്രൂപ്പിൽ ചലഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലീഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ലീഡേഴ്സ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ആഫ്റ്റേഷൻസ് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറെ പ്രിപ്പറേഷൻ ഇല്ലാതെ രഹസ്യം എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ സീക്രട്ട് എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് നമ്മളെല്ലാ ആളുകൾക്കും അറിയാം. ഓക്കെ, എന്നാലും പുതുതായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, ആരാണ് പറയാ, ബേസിക്കലി എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ജസ്റ്റ് ആരാണ് പറയാൻ തയ്യാറുള്ളത്? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് ബഷീർക്ക. പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. അതെ, ഓഫ് ഗ്രാവിറ്റി, അങ്ങനെ തുടങ്ങിയ പല നിയമം. അതിൽ പെട്ടൊരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതെ, സ്വയം അനുഭവിക്കുക എന്നല്ലാതെ പറഞ്ഞു തരാൻ പറ്റും. പ്രപഞ്ചത്തിലൊരു നിയമമുണ്ട്. എന്താണ്? പിന്നെ ലോ ഓഫ് ഗ്രാവിറ്റി. നമ്മൾ ഗ്രാവിറ്റി ഉണ്ട് ഇവിടെ. അത് മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ഇപ്പൊ നമ്മൾ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ താഴേക്ക് എത്തുന്ന പോലെ പ്രപഞ്ചത്തിലുള്ള നിയമമുണ്ട്. നമ്മളുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതെല്ലാം. അപ്പൊ ഈ സീക്രട്ട് പുസ്തകം തുടങ്ങുന്നത് വളരെ ചെറിയൊരു പോയിന്റ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വേദഗ്രന്ഥം നിലനിർത്തിയിട്ടുള്ള എമറാൾഡ് തകിട്, ക്രിസ്തു മതത്തിൽ 3000 വർഷം മുമ്പുള്ള ഒരു പോയിന്റ് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിങ്ങനെയാണ്: മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. ഒരു 4 ലൈനുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ പോലും അതിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ വലിയ മീനിങ് ആണ്. മുകളിൽ എപ്രകാരമോ താഴെയും അപ്രകാരം തന്നെ, അകം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഫുള്ള് നമ്മളുടെ മനസ്സിൽ എപ്രകാരമാണോ അതാണ് നമ്മളുടെ എന്ത് ചെയ്യുക, പ്രതിഫലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡി റിഫ്ലക്റ്റ് ആവും. നമ്മുടെ ബോഡി എങ്ങനെയാണോ, നമ്മുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ, നമ്മൾ ഏത് ഡ്രസ്സാണോ ധരിച്ചിരിക്കുന്നത് അതേപോലെയാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, ഒരു കണ്ണാടിയിൽ കാണാൻ സാധിക്കുക. എന്തുപോലെ മനസ്സിന്റെ ചിന്തകളാണ്, അല്ലെങ്കിൽ മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം, സീക്രട്ട് പുസ്തകം വായിച്ചിട്ട് ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് ആളുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വായിച്ചിട്ടുള്ള ആളുകൾ, വായിക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് നോയും കമന്റ് ചെയ്യുക. കുറെ ആളുകൾ വായിച്ചിട്ടുണ്ട്. ബഷീർ സാറ്, ദിവ്യ ദിനോജ്, കൃഷ്ണമൂർത്തി സാർ വായിച്ചിട്ടില്ല. വേറെ പ്രസാദ് സാർ വായിച്ചിട്ടുണ്ട്. വിൻസെന്റ് സാർ വായിച്ചിട്ടില്ല. വേറെ വായിക്കാത്തല്ല. നെജില വായിച്ചിട്ടില്ല. ശ്രീജ വായിച്ചിട്ടില്ല. ഓക്കെ,
ഞാൻ ഈ സീക്രട്ടിന്റെ പുസ്തകത്തിൽ രഹസ്യം ലളിതമാക്കപ്പെടുന്നു എന്നുള്ള അധ്യായത്തിലുള്ള ചെറിയൊരു പോയിന്റ് വായിക്കാം. ചെറിയൊരു പോയിന്റ് വായിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ, ആ ശ്രദ്ധ മനസ്സിൽ നിലനിർത്തുമ്പോൾ, ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമുക്കൊരു കാര്യം അത്രയും തീവ്രമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള പവർ ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു പവർ ഉണ്ട്. ആ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് വിളിച്ചു വരുത്താണ്. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നുണ്ട്. ഈ നെക്സ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനാണ് നമ്മളുടെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള 95% ആളുകളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ സീക്രട്ട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം നമുക്ക് ആരും പറഞ്ഞിരുന്നില്ല. നമ്മുടെ അച്ഛൻ പറഞ്ഞിരുന്നില്ല, നമ്മുടെ അമ്മ പറഞ്ഞിരുന്നില്ല, നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞിരുന്നില്ല, നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നില്ല, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നൊന്നും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. അരുത്, വേണ്ട, ഇല്ല എന്നത് പോലുള്ള നിഷേധാത്മകമായ വാക്കുകൾ ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല. നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ആകർഷണ നിയമം ഗ്രഹിച്ചെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ വേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ആകർഷണ നിയമം എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ ഈ അടുത്തിടെ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു പാരന്റിങ്ങിന്റെ ഒരു ക്ലാസ് കാണും. ഓക്കെ, ആ പാരന്റിങ്ങിന്റെ ക്ലാസ്സിൽ പറയാണ്, രാത്രി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. അപ്പൊ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടീനെ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് നമ്മൾ പറയണം, ഉറങ്ങാൻ പോകുന്ന കുട്ടിയോട്, പിന്നെ അച്ഛനമ്മയും പുറത്തു പോവാണ്, നീ പേടിക്കണ്ട. ഓക്കെ, അച്ഛനമ്മയും പുറത്തു പോകണം കേട്ടോ, നീ പേടിക്കണ്ട, നീ പേടിക്കാതെ കിടക്കണം എന്നാണ് നമ്മൾ കുട്ടിയോട് പറയുന്നത്. എന്താണ് ആ കുട്ടി കിട്ടുന്ന മെസ്സേജ്? എന്തായിരിക്കും? പേടിക്കും. കാരണം എന്താ? പേടിക്കണ്ടെന്ന് പറഞ്ഞ കാരണം പേടിക്കും. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ എന്താ പറയണ്ടേ? ആ കുട്ടിയോട് എന്താ പറയണ്ടേ? എന്താ നമ്മൾ തിരിച്ചെന്താ പറയണ്ടേ? ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ധൈര്യമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. അച്ഛനും അമ്മയും പുറത്തു പോവാണ്, മോൻ ധൈര്യമായിട്ടിരുന്ന കേട്ടോ, മോൻ ധൈര്യമായിട്ടിരുന്നോ. ഓക്കെ, എന്താണെങ്കിലും ഫോൺ പുറത്തുണ്ട്, അച്ഛനെ അമ്മയെ വിളിച്ചാൽ മതി, വേറെ എല്ലാ കാര്യങ്ങളും എന്താണ് ഓക്കെ ആണ്. ഈ കുട്ടീന്റെ മനസ്സിലേക്ക് പേടി എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ കുട്ടി ചിലപ്പോൾ പേടിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, നമ്മളെല്ലാ മനുഷ്യരെയും ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ കുറച്ച് സമയം എന്ന് പറയുന്നത് നമ്മൾ ടച്ചിങ്ങിലൂടെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ടച്ചിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന, ആ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ആണെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെങ്കിലും നിങ്ങളുടെ എബിലിറ്റി ആണെങ്കിലും ഒക്കെ വളർന്നു വരുന്നത്. അല്ലെ, ഇപ്പൊ ദീപ മാം എന്ന് പറയുന്ന ഒരാള് അമേരിക്കയിലാണ് ജനിച്ചിരിക്കുന്നത്. സെയിം ബോഡിയാണ്, സെയിം ആളാണ്, ഒരേ പോലെയാണ്. പക്ഷെ അയാൾ ജനിച്ചിരിക്കുന്ന അമേരിക്കയിലാണെങ്കിൽ ഇതേ ക്യാരക്ടറോ ഇതേ കാര്യങ്ങളോ ആവില്ല. അപ്പൊ നമ്മുടെ സറൗണ്ടിങ് ആണ് എന്ത് ചെയ്യുക? നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതിൽ പറയുന്നത്, ഫസ്റ്റ് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തി ഒരു പുതിയ ഡ്രസ്സ് എടുത്തു. ആ ഡ്രസ്സ് എടുത്തിട്ട് അവർക്ക് എഴുതുകയാണ്, ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചിന്തകളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റും. ഒരാൾ പറയാണ്, ഈ വസ്ത്രത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കറയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് പെർ ലോ ഓഫ് അട്രാക്ഷൻ അത് റീഡ് ചെയ്യുക എങ്ങനെയായിരിക്കും? ഈ വസ്ത്രത്തിൽ എന്തെങ്കിലും കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇനിയും കൂടുതൽ കറയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമ്മള് ഈ സൊസൈറ്റിനോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാനോ, പ്രപഞ്ചത്തിനോട്, സൊസൈറ്റിനോടല്ല, ഈ പ്രപഞ്ചത്തിലൂടെ നമ്മുടെ ചിന്തകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുക. ഇത്രയൊക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണ്. ഞാൻ ഈ അടുത്തിലുണ്ടായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല. ഞാൻ കൊടൈക്കനാലിലേക്ക് ഫാമിലി ട്രിപ്പ് പോയി. ഫാമിലി ട്രിപ്പ് പോണ സമയത്ത് എൻ്റെ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളായിട്ട് 2 സുഹൃത്തുക്കളും ഞാനാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ 3 പേരുണ്ട്, 3 പേരുടെ ഫാമിലി ഉണ്ട്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നമ്മള് റൂം ബുക്ക് ചെയ്യല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, റൂം നമുക്ക് അവിടെ എത്തിയിട്ട് ബുക്ക് ചെയ്താൽ പോലെ ചോദിച്ചു. അല്ല, ഫാമിലിയൊക്കെ ഉള്ളതല്ലടാ, അവിടെ എത്തിയിട്ട് ബുദ്ധിമുട്ടാവണ്ട, നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കുകയാണ്. ഓക്കെ, അങ്ങനെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തേക്കാറിട്ട് അതിലൊരാൾ റൂം ബുക്ക് ചെയ്തു. റൂം ബുക്ക് ചെയ്തിട്ട് അയാൾ പറഞ്ഞു, ഓക്കെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി അവിടെ എത്തിയിട്ടൊന്നുണ്ടാവില്ല, നമുക്ക് അതിനെ കുറിച്ച് ടെൻഷനൊന്നും ഇല്ല, അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ, ഇപ്പൊ തന്നെ റൂം ബുക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ച്, നമുക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ല, അവിടുത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ റൂമൊക്കെ ഓക്കെ ആണ്, ആ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ എത്തിയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഓക്കെ ആയിരിക്കും, അവിടെ എത്തിയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഓക്കെ, റൂം എന്തിനാ ബുക്ക് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ റൂം എന്തിനാ ബുക്ക് ചെയ്തിരിക്കുന്നത്? നേരത്തെ തന്നെ റൂം എന്തിനാ ബുക്ക് ചെയ്തിരിക്കുന്നത്?
അവിടെ എത്തിയിട്ട് അവിടെ പോയി ബുദ്ധിമുട്ടാവാതിരിക്കാൻ. അവിടെ പോയിട്ട് ബുദ്ധിമുട്ടാവാതിരിക്കാൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും കാരണത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങളെത്തി, റൂമിലെത്തി, റൂമൊക്കെ നോക്കുന്ന സമയത്ത് തന്നെ ആർക്കും അങ്ങനെ റൂം ഇഷ്ടപ്പെടുന്നില്ല, ഡോറോ കറക്റ്റ് അല്ല, ബാത്റൂമിൽ വെള്ളമല്ല, റൂമും ഒക്കെ അല്ല. ഓക്കെ, തൽക്കാലം അവിടെ എത്തിയിട്ട് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രശ്നം പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവിടെ സെക്യൂർ ആണ്, റൂമൊക്കെ ഞാൻ ഫോട്ടോസിലൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇനി അതിനെ കുറിച്ച് നമുക്ക് എന്ത് വേണ്ട, ഒരു ടെൻഷനും വേണ്ട, നമ്മൾ ഹാപ്പി ആയിട്ട് പോയാൽ മതി എന്ന് പറയുന്നതിന് പകരം ഈ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, റൂമെത്തി ബുദ്ധിമുട്ടായി റൂം ഒഴിവാക്കി വേറെ റൂം തപ്പി നടന്ന് 2 മണിക്കൂർ അതിന്റെ പിന്നാലെ പോയി ആ ഒരു ദിവസത്തിന്റെ മൂഡ് എന്ത് ചെയ്തു, ആ ഒറ്റ റൂമിന്റെ കാരണം എന്ത് ചെയ്തു, പോയി കിട്ടി. എത്രയൊക്കെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാലും എത്രയൊക്കെ അലേർട്ടായി കഴിഞ്ഞാലും നമ്മളുടെ ചിന്തകൾ എന്ത് വരും, നമുക്ക് വേണ്ടാത്തതിനെ കുറിച്ചിട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ സിമ്പിൾ എക്സാമ്പിൾ പുസ്തകത്തിൽ പറയാം. ഒരാളിങ്ങനെ ബാർബർ ഷോപ്പിൽ പോയിട്ട് എഴുതാണ്, ഇയാൾ മുടി വെട്ടി കഴിഞ്ഞാൽ നന്നാവോ? അന്ന കാര്യം എന്ത് ചെയ്യും, നിങ്ങളിങ്ങനെ രാവിലെ ബസ് ഇങ്ങനെ വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇന്നിപ്പോ അവിടെ പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടാവോ? സംശയം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, സംശയം എന്തായിട്ടുണ്ടാവും, ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാളെ ഓഫീസിലേക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ നാളെ എന്തായാലും വൈകൂല, ഞാൻ നാളെ എന്തായാലും എന്ത് ചെയ്യൂല, വൈകൂല. എന്ത് സംഭവിക്കും? ഞാൻ വൈകി എത്താൻ ആഗ്രഹിക്കുന്നു, ഞാൻ വൈകി എത്താൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? അയാൾ പറയുന്നത് വൈകൂല. അയാൾ എന്താ പറയട്ടെ, ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തും. ചില കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, അടാ നീ അതെടുക്കാൻ മറക്കരുത് എന്ന് പറയുന്നു. പിന്നെ ആ കാര്യങ്ങളുണ്ട്, അതെടുക്കാൻ മറന്നു വരുത്, എന്താ സംഭവിക്കുക? മറന്നു പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? എടാ പിന്നെ പോകുന്ന സമയത്ത് ആ ഡ്രസ്സ് എടുക്കാൻ ഓർക്കണേ. എന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് കൊണ്ടൊരു വാക്കാണ്, പോകുന്ന സമയത്ത് ആ ഡ്രസ്സ് എടുക്കാൻ നീ ഓർത്തേക്കണേ. നമ്മളെന്താ പറയുന്നത്? പോകുന്ന സമയത്ത് ആ ബസ് എടുക്കണേ. നാളെ സാർ ഞാൻ എന്തായാലും വൈകൂല. പിന്നെ നാളെ നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടോ, എല്ലാവരും എന്ത് ചെയ്യണം, ഞാൻ എന്തായാലും വൈകൂല. അയാളായിരിക്കും ഫസ്റ്റ് വൈകിട്ടുണ്ടാവും. കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, നാളെ ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവും. തിങ്ക് ചെയ്യേണ്ട രീതി ആണ് പറയുന്നത്. പിന്നെ ഇതിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത്, അയാൾ എന്നോട് മോശമായി പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെ കാണുമ്പോൾ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറണം എന്നുള്ള, ബോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ, അല്ലെങ്കിൽ അയാൾ മോശമായിട്ട് പെരുമാറണം. ഞാനിങ്ങനെ ഒരു ഓഫീസിലേക്ക് പോവാണ്, ഓക്കെ, ഗവൺമെന്റ് ഓഫീസിലേക്കാണ് പോകുന്നത്. എന്തായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, 4 നടത്തി. ഇന്നലെ ഞാൻ സിറ്റിംഗ് ചെയ്യുന്നപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, എന്തായാലും ഒരു 6 മാസത്തിൽ കൂടുതലൊന്നും സ്റ്റാഫുകൾ ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആക്ച്വലി ഇവിടെ സ്റ്റാഫുകൾ ഇരിക്കാത്തതിന്റെ കാരണം ആരാണ് സാറിന് അറിയിച്ചു. ഓക്കെ, അയാൾ ഇങ്ങനെ എന്ത് വെച്ചു പറഞ്ഞാൽ പറഞ്ഞാല് പിന്നെ ദേഷ്യം തോന്നിട്ട് സാറാണ് എന്ത് ചെയ്യാന് ഇവിടെ സ്റ്റാഫുകൾ ഇരിക്കാത്തതിന് കാരണം സാറിന്റെ ചിന്തയിൽ സാറ് ചെയ്ത് വെച്ചിട്ട്, അപ്പൊ അതെന്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങളുടെ ആ നാട്ടില് ഇതേ സ്ഥാപനം നടത്തുന്നിടത്ത് 6 മാസത്തിലധികം നിൽക്കുന്ന ആരുമില്ലേ? ഇതും പറഞ്ഞു, 6 മാസത്തിൽ നിൽക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കുന്നില്ല വെച്ച് കഴിഞ്ഞാല് അതിന്റെ കാരണത്തിലാണ് സോൾവ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതേപോലെയാണ് എന്ത് ചെയ്യുക. ചില 1 വർഷം നിൽക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാല് ഇതിലേക്ക് വരും. അപ്പോ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ ചോദിക്കുന്നതില് എന്നോട് യെസ് പറയാനേ അറിയുള്ളൂ, നോ പറയാൻ അറിയില്ല. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു നായനെ, നിങ്ങളുടെ വീട്ടിലുള്ള നായനെ എന്ത് ചെയ്തു, നായക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുത്തു. നായക്ക് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നായനോട് നമ്മൾ പറയാണ്, എന്താണ് നമ്മൾ പറയണമെന്ന് വെച്ചാല്, നമ്മളിപ്പോ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞു. സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ നായ എന്ത് ചെയ്യാ, ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാല്, ട്രെയിനിങ് കൊടുത്ത സ്റ്റാൻഡപ്പ് പറഞ്ഞാൽ എന്താ ചെയ്യാം, ആർക്കും പറയാം. ആർക്കും പാടാന്ന് പറഞ്ഞാൽ ആർക്കും പറയാം, നായ എണീക്കും അല്ലെ. സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നായ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു നായാണ്. ഇരിക്കുന്ന ഒരു നായനോട് പറയാണ്, ഒരു നായ ഉണ്ട് തൊട്ടപ്പുറത്ത് ഒരു നമ്മൾ അറിയുന്ന നമ്മളുടെ മക്കൾ ഒരാളുണ്ട്, രണ്ടാളിങ്ങനെ ഇരിക്കുന്നുണ്ട്, നായ ഇരിക്കുന്നുണ്ട്, നമ്മളൊരു മോനും ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ പറയാണ് ഇവരോട് 2 പേരോട് ഒരു ഡോൺ സിറ്റ് എന്ന് പറഞ്ഞു. ഡോൺ സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡോൺ സിറ്റ് പറഞ്ഞു എന്താ സംഭവിക്കുക, നായ അവിടെ ഇരിക്കും. നായ അവിടെ ഇരിക്കും, മോൻ എന്ത് ചെയ്യും, എണീക്കും അല്ലേ.
നായ എന്താ ഇരിക്കാൻ കാരണം? നായനോട് നമ്മൾ ഡോൺ സിറ്റ് ഇരിക്കരുത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നായനോട് നമ്മൾ എണീക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നായ എന്താ എണീക്കാത്ത? മനസ്സിലായിട്ടില്ല. നായക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഡോണ്ട് എന്ന് പറഞ്ഞത് സിറ്റ് എന്ന് ഡോണ്ട് എന്ന് പറഞ്ഞ ഡോണ്ട് നായക്ക് മനസ്സിലായിട്ടില്ല. നായ എപ്പോഴും സിറ്റ്. നായ ഏതെടുക്കുന്നുള്ളൂ? സിറ്റ് അല്ലെ? അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഡോണ്ട് സ്റ്റാൻഡപ്പ്. നായ എങ്ങനെ നിൽക്കും? സ്റ്റാൻഡപ്പ്. എന്നോട് എന്താ യജമാനൻ പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡപ്പ്, നിൽക്കാനാണ് അല്ലെ? അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ പറഞ്ഞിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഓരോ വാക്കുകളും എനിക്കുള്ള എന്താണ്? കൽപ്പനകളാണെന്ന് പറയുന്നത്. ഓക്കെ. എന്നതുപോലെ പ്രപഞ്ചത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആവശ്യമുള്ളത് ചോദിക്കുകയാണ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഹിന്ദു മിത്ത് പ്രകാരം, ഹിന്ദു വിശ്വാസ പ്രകാരം സമ്പത്തിനൊരു ദേവി ഉണ്ട്. ആരാണ്? ലക്ഷ്മി. ആരാണ്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി അല്ലേ? ദാരിദ്ര്യത്തിന് ഹിന്ദു ഇതിൽ പ്രകാരം ഒരു ദേവിനെ കിട്ടണോ? ദാരിദ്ര്യത്തിന് ഒരു ദേവി ഉണ്ട്. അങ്ങനെ ദേവി ഉണ്ടോ? ഉണ്ടോ? ഒരു പാത്രമുണ്ട് കുജയില്. അതുണ്ട്. ഒരു ദേവിനെ അല്ലെങ്കിൽ ഒരു ദേവനെ കുറിച്ചിട്ട് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാരിദ്ര്യത്തിന് ദേവി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അല്ലേ? നിങ്ങളത് പറയൂ. അത് ഉള്ളത് എനിക്ക് അത്ര അറിയാം. ദാരിദ്ര്യത്തിനില്ല, സമ്പത്ത് ഉണ്ടാവും. ദാരിദ്ര്യത്തിനില്ല, സമ്പത്ത് ഉണ്ടാവാനുണ്ട്. ഷുവറാണോ? ഇനി ഇസ്ലാം മതത്തിലോ ക്രൈസ്തവ മതത്തിലോ പിന്നെ മുസ്ലിം മതത്തിലോ ഏതെങ്കിലും ഇതിൽ നിങ്ങൾക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവാനോ അസുഖം ഉണ്ടാവാനോ ഒക്കെ പ്രാർത്ഥനകൾ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും, ഇത് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും, അങ്ങനത്തെ പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ദാരിദ്ര്യത്തിനൊരു ദേവിയൊന്നും ഇല്ലല്ലോ. ദാരിദ്ര്യത്തിനൊരു ദേവി ഒന്നുമില്ല. അപ്പൊ ഒരാൾക്ക് എന്തുണ്ട്? ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ. അപ്പൊ ഈ ലക്ഷ്മി ദേവിനോടാണോ അല്ല ഇത് പറയണ്ടേ? പൈസ ഇല്ലാത്ത കാര്യത്തിൽ പിന്നെ പൈസ ഉണ്ടാണെങ്കിൽ നമ്മൾ ആരുടെ പറയണ്ടേ? ദാരിദ്ര്യത്തിന്റെ ദേവിയിലെ ലക്ഷ്മി ദേവിനോട് നമ്മൾ പറയണ്ടേ? അല്ലേ? 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 അപ്പം നമ്മളിങ്ങനെ പറയുന്ന കാര്യം ഫുൾ എന്താണ്? ആകെ വിഷയമാണ്. കോളേജിൽ ഫീസ് അടക്കാനില്ല, EMI അടക്കാനില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അടക്കാനില്ല, എന്റെ ദാരിദ്ര്യം മാറ്റി തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ. കടങ്ങളൊക്കെ വീട്ടിൽ തന്നെ. ആരാ കേൾക്കുക? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എങ്ങനെ കേൾക്കുക? നമ്മൾ കടത്തിനെ കുറിച്ചല്ലേ പറഞ്ഞിട്ടുള്ളത്. ലക്ഷ്മി ദേവി കേൾക്കുന്നില്ലല്ലോ. നമ്മൾ ലക്ഷ്മി ദേവിനോട് നമ്മൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? കടായിട്ട് തരും. കടത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവി കടം മൈൻഡ് ചെയ്യൂല. നിങ്ങൾ കടം കടായിട്ടൂടെ നിലക്കും. സമ്പത്ത് തരൂല അവരുടെ. കാരണം എന്താ? ഇപ്പം റസാഖ് സാർ ആയിക്കൂടെ നടന്നുകൊണ്ട് അപ്പൊ ഒരാൾ വിളിക്കണം, മണി സാർ വിളിച്ചാൽ റസാഖ് സാർ തിരിഞ്ഞു നോക്കോ? ഇല്ല. മണി സാർ വിളിച്ചാലേ മണി സാർ തിരിഞ്ഞു നോക്കുള്ളൂ. ലക്ഷ്മി ദേവിനോട് വിളിക്കണ്. ലക്ഷ്മി ദേവിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറയുന്ന ഫുള്ള് എന്താണ്? നമ്മൾ പറയുന്ന ഫുള്ള് കടത്തിനെ കുറിച്ചിട്ട് തന്നെ, കടം വീട്ടിൽ തരണം, അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളാണ്. ആളിത് കേൾക്കണ്ടേ? ഓക്കെ. സോ നമ്മളുടെ ചിന്തകളിൽ നിങ്ങൾ പ്രപഞ്ചത്തിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് ആവശ്യമുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കുക. ബിസിനസ്സിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക ആളുകളും ഇല്ലാത്ത പ്രശ്നങ്ങളുടെ പേരില് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇന്നലെ ഈ മാജിക്കിന്റെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടത് പവർ ഓഫ് ലവ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ ഒരു ഈ നിമിഷത്തിൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ആരോ ഇട്ടിട്ടുണ്ട്. ആരോ അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ മാജിക്കിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ട്. നമ്മളുടെയൊക്കെ ലൈഫിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ലൈഫിൽ നമ്മളെ സന്തോഷം കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ. ലൈഫിൽ നമ്മളെ സന്തോഷം കിട്ടുന്ന, നമ്മൾ ഡിപ്രഷനിലേക്ക് കൊണ്ടൊക്കെ പോകുന്ന രണ്ട് കാര്യങ്ങളാണത്. ഏതൊക്കെയാണ് രണ്ട് കാര്യം വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെൻഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആങ്സൈറ്റി ആണ്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ഒരു കാര്യം ടെൻഷനും, രണ്ടാമത്തെ കാര്യം ആങ്സൈറ്റി ആണ്. ഈ ടെൻഷൻ ഉണ്ടാവുന്നത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും അറിയോ? ടെൻഷൻ ഉണ്ടാവുന്നത് എന്തിനെ കുറിച്ചിട്ടായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും? ഇല്ലാത്തതിനെ കുറിച്ച്. പൈസ ഇല്ല, ആരോഗ്യമില്ല. ടെൻഷൻ ഉണ്ടാവുന്നത് അധികം നമുക്കൊരു നഷ്ടപ്പെട്ടതിനെ കുറിച്ചിട്ടായിരിക്കും. നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്തായിരിക്കും അറിയോ? ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ചായിരിക്കും. കറക്റ്റ് ആണോ? റൈറ്റ്. ഓക്കെ.
ഒന്ന് നമുക്ക് എന്തായിരിക്കും, നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ചിട്ടേക്ക് നമ്മൾ ടെൻഷൻ ആവുക, അത് കിട്ടില്ല. രണ്ടാമത്തെ കാര്യങ്ങൾ എന്താണ്, ഇനിയിപ്പോ ഒരാളെ ടാർഗറ്റ് അല്ലെ, നമുക്ക് ടാർഗറ്റ് എന്തെങ്കിലും ഉണ്ടാവും, ആ ടാർഗറ്റ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ, അച്ചീവ് ചെയ്യാൻ പറ്റുമോ, എന്റെ ബിസിനസ് അതിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വെച്ചെങ്കിൽ പിന്നെ അത് എത്തിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഭാവിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടായതൊക്കെ ഭാവിയില് മക്കളെന്താ ചെയ്യുക, അവരെന്താ ചെയ്യുക, അതിനെന്താ ചെയ്യുക, ഇതിനെന്താ ചെയ്യാന്നാണ്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും, ആങ്സൈറ്റി ഉണ്ടാവും, മറ്റതിനെ കുറിച്ചിട്ട് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഗീതയില് പറയുന്ന ഒരു 4 കുറെ വരികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന 4 വരികളുണ്ട്. എന്താണ് വരികൾ, എന്താണ് നഷ്ടപ്പെട്ട തൊട്ട് പറഞ്ഞോളൂ, നിങ്ങളുടെ പറഞ്ഞോട്ട് വരികയാണ്. എന്താണ് നഷ്ടപ്പെട്ട തൊട്ട് ദുഃഖിക്കണ്ട. ആരാ പറയാ, ആർക്കും പറയാം. സംഭവിച്ചതും നല്ലതിന്, സംഭവിക്കാനുള്ളതും സംഭവിച്ചതെല്ലാം നല്ലതിന്. നല്ലതിന്. എന്താണ് പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിന്. എന്തൊക്കെയാ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചോ അതെല്ലാം നല്ലതിനാണ്. സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലത്. എന്തിനാണ്, നല്ലതിനാണ്. പ്രസന്റിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിനാണ്. ഇനി സംഭവിക്കാനുള്ളതും എന്തിനാണ്, നല്ലതിനാണ്. ഇനി സംഭവിക്കാനുള്ളതും നല്ലതിനാണ്. നഷ്ടപ്പെട്ടതോർത്ത് എന്തിനു നീ ദുഃഖിക്കുന്നു, നഷ്ടപ്പെട്ടത് വല്ലതും നീ കൊണ്ടുവന്നതാണ്. അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതിൽ 2 ഉത്തരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കൊരു കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ 2 ഉത്തരം ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണ് 2 ഉത്തരം പറയാം? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ 2 ആൻസർ ഉള്ളൂ. ഏതൊക്കെയായിരിക്കും? ഒരു പ്രശ്നത്തിന് 2 ആൻസർ ഉള്ളൂ. ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും, മറ്റേ സോൾവ് ചെയ്യാൻ പറ്റൂല. പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ? പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും, എന്തിനാണ് ടെൻഷൻ? ടെൻഷനോട് കാര്യമുണ്ടോ? ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഐ ക്യാൻ സോൾവ് ദാറ്റ്. പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റൂല, പിന്നെ ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് തീരാവുന്നുണ്ടോ? ഈ പവർ ഓഫ് നൗ, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്ന, ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു വിശ്വാസി ഭാവിയെ കുറിച്ചോർത്ത് ആശങ്കപ്പെടുകയോ ഓക്കെ അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് സങ്കടപ്പെടുകയോ ചെയ്യില്ല. കാരണം എന്താ, ആ വിശ്വാസിക്ക് പ്രസന്റ് ജീവിക്കാൻ പറ്റും. പവർ ഓഫ് നൗ എന്ന് പറയുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മാജിക്കിന്റെ മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഇതിൽ വന്നിട്ട് നമ്മളെ മെന്റൽ എബിലിറ്റി വളർത്തുന്നുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം ബുധൻ, നിങ്ങളുടെ തൊട്ടപ്പുറത്തേക്ക്, നിങ്ങളുടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ആ മുറ്റത്ത് ഇങ്ങനെ കുറെ കോഴികളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആടുകളെ കാണുന്നുണ്ട്, അണ്ണാനെ കാണുന്നുണ്ട്, കാക്കകളെ കാണുന്നുണ്ട്, ഇങ്ങനെ വേറെ മനുഷ്യരല്ലാത്ത വേറെ കുറെ ജീവികളെ കാണുന്നുണ്ട്. ആ ജീവികളെ ആരോടെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഇതേതോ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ? അവർക്കറിയോ? അപ്പൊ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കിട്ടി, ഇന്നേതോ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയോ? അറിയോ? അവരോട് നാളത്തെ പ്ലാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയോ? ഇന്നത്തെ ഫുഡ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയോ? അറിയോ? ഇല്ല. എന്നിട്ടും അവർക്കുള്ള എല്ലാം കിട്ടുന്നു. അവർ ഇന്നലത്തെ അവരിങ്ങനെ രാത്രി 12 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പോയി വെക്കുക. അപ്പൊ ഇങ്ങനെ പോയി വെക്കുമ്പോൾ നമ്മളെ വീട്ടിലത്തെ പോയി ഇങ്ങനെ പിന്നെ താടിയൊക്കെ കൈ എടുത്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവുക. നാളെ ഞാൻ എന്താ ചെയ്യാ, എന്റെ മക്കൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കുക, ഇതെങ്ങനെ കിടക്കുന്ന പോയി. ഞാനിങ്ങനെ ആലോചിച്ച് ടെൻഷനായി കിടക്കുകയാണ്. എന്താ ടെൻഷൻ? നാളെപ്പോ എന്താ ചെയ്യാ, മഴയൊക്കെ പെയ്യുന്നുണ്ട്, എന്താ ചെയ്യാ, ഇങ്ങനെ പോയി ടെൻഷൻ അടിച്ച് കിടക്കുവോ? ഇല്ല. എന്താ കിടക്കാത്തത്? എന്ത് പറയുന്നത് ടെൻഷൻ അടിക്കാത്തത്? ദർ ബിലീവേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രസന്റിൽ വിശ്വസിക്കുന്നുണ്ട്. അവർ ഈ പ്രസന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നാളത്തെ കാര്യം അവർക്ക് വേണ്ടത് അവർക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതിനവർ ചെയ്യുന്ന, ബാക്കിയുള്ള ജീവികൾ ചെയ്യുന്നതും മനുഷ്യൻ ചെയ്യാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ്. സുനിലേട്ടന്റെ വീട്ടിൽ സുനിലേട്ടൻ പറയുന്നത്, ഞാനിങ്ങനെ കാക്കകൾക്കൊന്നും ഭക്ഷണം കൊടുക്കും. ഞാനിങ്ങനെ സമയത്ത് 50ഓളം കാക്കകളൊക്കെ വരുന്നതാണ് അല്ലേ. അങ്ങനെ സുനിലേട്ടൻ എന്ന് പറയുന്ന ആള് ഇതിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന കാക്കകൾ ഉണ്ടാവും. ലോകത്തുള്ള എല്ലാ കാക്കകൾക്കും ഭക്ഷണം കൊടുക്കുന്ന സുനിലേട്ടനാണോ? ആണോ? നമ്മളൊക്കെ പ്രതികരിക്കുന്നത് അല്ല. ഇല്ല. അല്ല. ആർക്ക് ഇവർക്കുള്ള ഭക്ഷണം
ഇതാക്കുന്നതിന് വേണ്ടി രാവിലെ അവർ ടെൻഷൻ അടിച്ച് വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുമോ? അല്ല, ഇവർ ഈ ഭക്ഷണം തേടി ഇറങ്ങും. തേടി ഭക്ഷണം അന്വേഷിച്ചത്. അല്ലേ? അവർ ഒരുപാട് പ്ലാൻ ചെയ്യല് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? പ്ലാനിങ്ങിന് പകരം എന്താ ചെയ്യുന്നത്? അവർ പോയി കളക്ട് ചെയ്തു. അവരെന്ത് ചെയ്യുന്നു? വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ പ്ലാനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഡ്രീമിലേക്കും വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നങ്ങളിലേക്കും വേണ്ടിയിട്ട് നമ്മൾ വി ഡിഡ്ന്റ് ടേക്ക് എനി സ്റ്റെപ്പ് ഫോർ ദാറ്റ്. ഓക്കെ, ഇന്ന് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ആ ഒരു കാര്യങ്ങൾക്ക് ഒരു ഫാറ്റ് മാറ്റ് കാറ്റ് എന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരു ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ എങ്ങനെയാവാം, അതിങ്ങനെ ചർച്ച ചെയ്ത് ലാസ്റ്റ് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുട്ടിയില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചർച്ച ചെയ്താൽ ശരിയാവോ, ഇത് ശരിയാവോ, അവിടെ പോയി കഴിഞ്ഞാൽ ഇതാവോ, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാവോ? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറങ്ങിയിട്ട് to what you know, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് ചെയ്യേ. then forget about the result. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്, ഇത് എന്റെ നല്ലതിനാണ്, ഇറ്റ്സ് ഗുഡ് ഫോർ മീ. നിങ്ങളെ പാസ്റ്റിൽ സംഭവിച്ച പ്രധാനപ്പെട്ട എത്ര കാര്യങ്ങൾ. ഇന്നലെ എന്നെ കാണാൻ വേണ്ടി തിരൂരിൽ നിന്ന് 2 ബിസിനസ്സുകാർ വന്നു, എൻ്റെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നിട്ട് പറയാണ്, ഞങ്ങളിങ്ങനെ ഏകദേശം 10 വർഷമായി ബിസിനസ് നടക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു സമയത്ത് ഞങ്ങൾ ഭയങ്കര ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വലിയ ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സമ്പന്നനായ ഒരു വ്യക്തിയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. ആ സമ്പന്നനായ വ്യക്തിനെ അപ്രോച്ച് ചെയ്തപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഏകദേശം ഒരു 50 ലക്ഷം രൂപ ഞങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അയാൾക്ക് ഞങ്ങളുടെ ബിസിനസ് ഐഡിയ വളരെ ഇഷ്ടമായി. ഓക്കെ, പക്ഷേ ഫോർച്യുനേറ്റ്ലി ആ ഒരു സമയത്ത് എന്ത് ചെയ്തില്ല, എൻ്റെ ബിസിനസ്സിൽ അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അവരുടെ മക്കൾക്കൊക്കെ എന്തോ വിഷയം ഉണ്ടായിട്ട് ആ ബിസിനസ്സിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷെ റൈറ്റ് നൗ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ദൈവത്തിനോട്. കാരണം അന്ന് അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ അവരുടെ ബിസിനസ്സായിട്ട് മാറിയേനെ. ഇപ്പൊ ഞങ്ങളുടെ ബിസിനസ്സായിട്ട് മാറുന്നതിന്റെ പിന്നിൽ എന്താണ്? അന്ന് എൻ്റെ ലൈഫിൽ ആ സമയത്ത് ഞങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡോണ്ട് പ്രേ. ഒന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ട, ബി റെഡി ഫോർ ആക്സെപ്റ്റ് ഇറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി, എനിക്കിപ്പം ഞാൻ ഈ അടുത്തിടെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യം മോർണിംഗ് വാക്ക് ആയിരുന്നു, ഇപ്പൊ ജിമ്മിൽ പോകണമെങ്കിൽ ഇപ്പം ബോഡി ഫുൾ പെയിനാണ്. എന്താ ബോഡിയിൽ പെയിൻ വരാൻ കാരണം? മസിലുകളോ കാര്യങ്ങളോ അതൊന്നും കൂടെ റീവർക്ക് ചെയ്ത് റെഡി ആവുകയാണ്. കുറച്ചും കൂടെ അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷന് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ ബോഡി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് റെഡി ആവാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് കൂടുതൽ സമ്പത്ത് നൽകണേ, എനിക്ക് കൂടുതൽ ആരോഗ്യം നൽകണേ, എനിക്ക് കൂടുതൽ എന്ത് ചെയ്യണം, പിന്നെ സന്തോഷം നൽകണേ. നമുക്കിങ്ങനെ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങളിപ്പോ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് മാറാതെ നിങ്ങൾക്ക് അത് തരാൻ പറ്റില്ല. എബ്രഹാം ലിങ്കൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരേ കാര്യം ഒരേ രീതിയിൽ ചെയ്യുകയും വ്യത്യസ്ത റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ വിഡ്ഢികൾ എന്നാണ് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ വിഡ്ഢികളാണ്. ക്ലിയർ ആണോ? ഒരേ കാര്യം ഒരേപോലെ ഒരു വ്യക്തി ഇങ്ങനെ എന്നും ഒരേ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ട്. നിങ്ങളെ മോനിങ്ങനെ നടന്നു പോവാണ്, എന്നിട്ട് സ്കൂളിലേക്ക് അവൻ നടന്നാ പോകുന്നത്. സ്കൂളിലേക്ക് മാക്സിമം നടന്നു പോയി കഴിഞ്ഞാൽ, അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റ് വേണം. ഓക്കെ, എന്നിട്ട് അവൻ പറയാണ്, അമ്മേ അച്ഛാ സ്കൂളിലേക്ക് ഞാൻ 1 മിനിറ്റ് കൊണ്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ 1 മിനിറ്റ് കൊണ്ട് എത്തുന്നതിനുള്ള വേറെ എന്തെങ്കിലും മറ്റൊരാൾ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവനെ വിഡ്ഢിയാണെന്ന് പറഞ്ഞ പോലെ നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും? പ്രപഞ്ചശക്തി ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ കിട്ടുന്ന ഉറപ്പിച്ചു, പ്രതീക്ഷിച്ചു, പക്ഷെ നമ്മളിങ്ങനെ കൈ നീട്ടി എടുക്കാൻ സമയത്ത് ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? താങ്ക് യു ഗോഡ്, ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു, ഇതല്ല എൻ്റെ സമയം എന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിർത്തലല്ല. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പോയി നോക്കണം. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലത് കിട്ടിക്കഴിഞ്ഞാൽ വിഷയമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ചോദിക്കാം,
നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്തു? ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു മോൻ, നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം പൈസ ഉണ്ട്. മോന് രാവിലെ തന്നെ എന്നിട്ട് നിങ്ങൾ എന്നാ മോനെ എന്റെ കാർഡ് എന്നാ, നിനക്ക് വേണ്ട പൈസ എത്ര ആഴ്ച നീ ഉപയോഗിച്ചോ, അവരുടെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിങ്ങൾ കൊടുക്കുവോ? അല്ലെ മോൻ വന്നിട്ട് പറഞ്ഞാൽ ഇല്ല ഇല്ല. എനിക്കൊരു 10,000 രൂപ വേണം, എന്നാ മോനെ 10,000 നിങ്ങൾ കൊടുക്കുവോ? അതെന്താ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? കുട്ടി ചീത്തയാവും. കുട്ടി ചിലപ്പോ ചീത്തയേക്കാം അല്ലെ? ആ പൈസ എന്തിനാണെന്ന് അറിയാതെ കുട്ടി ഇപ്പൊ എന്നതുപോലെ പ്രപഞ്ച ശക്തി ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ചില കാര്യങ്ങൾ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ ആ മോനോട് എന്താ പറയാ? 10,000 തരാത്തപ്പോ ദേഷ്യം കാട്ടിക്കുമ്പോ നമ്മൾ മോനോട് എന്താ പറയാ? മോനിപ്പോ എന്നോട് ദേഷ്യപ്പെട്ടോ? പക്ഷെ ഞാൻ മോനെ ഈ പൈസ ചെന്ന് കഴിഞ്ഞാല് മോന്റെ നല്ല പേരന്റ് അല്ല ഒന്ന്, മോശം പേരന്റ് ആണ്. നീ എന്ത് ചെയ്യും? ഇപ്പൊ നിനക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാലും ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യും? അത് ഉപകാരം അല്ലെ? നമ്മളൊക്കെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഉപ്പൂപ്പയും ഉമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ് ഒക്കെ അവരിങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് നീ അത് ചെയ്യരുത് കുറെ ഉപദേശിക്കുമ്പോൾ നമുക്ക് ദേഷ്യമൊക്കെ തോന്നും. കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവര് നമുക്ക് ചെയ്തിരിക്കുന്ന അത് ചെയ്യരുത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മക്കളോട് പറയുന്നുണ്ടാവുമ്പോൾ അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? അവര് നമുക്ക് നൽകി പോയിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. എന്നതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് അതെല്ലാം നിങ്ങൾക്ക് അത് കിട്ടാനുള്ള സമയം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത് കിട്ടൂല എന്നല്ല, അപ്പോഴും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ പറ്റുന്നുണ്ടോ? അത് വളരെ പ്രയാസം. ഞാനൊക്കെ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ആ രീതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞ പ്രയാസം. ആ രീതിയിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് വരും. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട് ആകർഷണ നിയമം എന്നത് സൃഷ്ടിയുടെ നിയമമാണ്. ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചിന്തയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്നാണ്. നിങ്ങളുടെ ചിന്തകളും ആകർഷണ നിയമമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നില്ല. നമ്മൾ ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഈ വിശ്വസിക്കുന്ന ആൾക്കാരും വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന ഒരു സാധനമുണ്ട്, സയൻസ് അല്ലെങ്കിൽ ഒരു എനർജി. ഓക്കെ, ഇപ്പം ഖുറാനിൽ പറയുന്നുണ്ട് ദൈവം എന്ന് പറയുന്നത് ഒരു നൂറാണ്. ഓക്കെ, ദൈവം എന്ന് പറയുന്നത് ഖുറാൻ വിശ്വസിക്കുന്നത് നൂറ് എന്ന് പറയുന്നത്. ദൈവത്തിന് എന്തില്ല പ്രത്യേകിച്ചിട്ട് ഖുറാൻ പ്രകാരം ഒരു ഇസ്ലാമിക് വിശ്വാസ പ്രകാരം ദൈവത്തിന് ഒരു ആകൃതി ഒന്നും ഇല്ല എന്നാണ്. ഇല്ല, ഇനി ഹിന്ദു വിശ്വാസ പ്രകാരം ഇതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങളും കാണാം. ക്രിസ്ത്യൻ വിശ്വാസം ജീസസിലേക്ക് കണക്ട്, അങ്ങനെ ഓരോ മതത്തിലും ഓരോ വിശ്വാസം ഉണ്ടാവും. പക്ഷെ ബേസിക്കലി നമ്മൾ പള്ളിയിൽ പോകുന്നതും അമ്പലത്തിൽ പോകുന്നതും ചർച്ചിൽ പോകുന്നതൊക്കെ ദൈവത്തിനോട് ഡയറക്റ്റ്ലി സംസാരിക്കാനാണോ ഇൻഡയറക്ട്ലി സംസാരിക്കാനാണോ? ദൈവത്തിന് നിങ്ങളാണെ കാണുന്നുണ്ടോ? ഇല്ല, ഇൻഡയറക്ട്ലി സംസാരിക്കാനാണ് അല്ലെ? നൂറെന്ന് പറഞ്ഞാൽ എന്താ സാക്ഷാ? പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകാശം എന്ന് പറഞ്ഞാൽ എനർജി അല്ലെ? ലോകത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കാൻ അടുത്ത് പോകുന്ന പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ എത്തുന്നുള്ളതാണ്. അതായത് സൂപ്പർമാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന രീതിയിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ശാസ്ത്രം പറയുന്നത് പ്രകാശ വേഗതയിൽ. പ്രകാശത്തിന്റെ വേഗത എത്ര അല്ലെ? നമ്മള് പിന്നെ ഏഞ്ചൽസ് എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പണ്ട് ഓരോ കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്ന എന്താണ്? ഇവര് ആ ഒരു സമയം കൊണ്ട് എത്താൻ പറ്റുന്ന പ്രകാശത്തിന്റെ വേഗതയാണ് ഏറ്റവും വലിയ വേഗത ലോകത്ത്. ഇറ്റ്സ് എൻ എനർജി, ഒരു എനർജിയാണ്. ആ എനർജി എന്ന് പറയുന്നതാണ് ശരിക്കും എന്ത് നമ്മളെ ഇതാണ് ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ചിന്തകളും ആകർഷണ നിയമമായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു. ഓരോ വ്യക്തിയും അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയോ? നിങ്ങൾ സീക്രട്ട് പുസ്തകം വായിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് തിരിച്ചറിവ്. ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓരോ ദിവസവും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ആവശ്യമുള്ളതിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത്, ആവശ്യമില്ലാത്തതിനെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത്? ഞാനൊരു കാര്യത്തിനെ പോസിറ്റീവായിട്ടാണോ കാണുന്നത്, നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്, ഒരു സംശയവും. ഇനി ഓവർ ഒപ്റ്റിമിസ്റ്റിക് ഓവർ പോസിറ്റീവായിട്ട് കാണാൻ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ബേസിക് നിങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ അനലൈസ് ചെയ്യണം. ഒക്കെ ശരിയാവെന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ട് പോകുന്ന ആൾക്കാരാണ്, അത് അപകടമാണ്. ക്ലിയർ ആണോ? ഏതൊരു കാര്യത്തിനെ നിങ്ങളുടെ വിശ്വാസം, ഇപ്പൊ ഒരാൾ പറയണ എനിക്ക് മാസത്തിൽ 10 കോടി രൂപ കിട്ടും, അതിന്റെ അടുത്ത് കിട്ടില്ല എന്നല്ല, പക്ഷെ അത് അയാൾ വിശ്വസിച്ചിട്ടുണ്ടാവും. അത് എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻസിന് അയാൾക്കൊരു ആൻസർ ഉണ്ടായിരിക്കാം. ആ ആൻസർ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാൾ പറയാണ് എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ 10 മിനിറ്റ് കൊണ്ട്
1 കിലോമീറ്റർ ഓടാൻ സാധിക്കും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ഓടാൻ സാധിക്കും. സാധിക്കാത്ത സംഭവമാണോ? സാധിക്കാത്ത സംഭവമാണോ? പോസിബിൾ അല്ലാത്ത സംഭവമാണ് 5 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ഓടുക എന്നുള്ളത്. പോസിബിൾ ആണ്. എന്താ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ഉസൈൻ ബോൾട്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുക? അയാൾ ഫസ്റ്റ് ഓടുമ്പോൾ ചിലപ്പോൾ 10 കിലോമീറ്റർ 10 മിനിറ്റ് എടുത്ത് വരും. അയാളത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ ഈ 5 മിനിറ്റ് കൊണ്ട് ഓടിയിട്ട് എത്താൻ പറ്റുക. ക്ലിയർ ആണോ? 5 മിനിറ്റ് കൊണ്ട് ഓടിയിട്ട് എത്താൻ സാധിക്കുക. അപ്പൊ അത് അയാൾ വിശ്വസിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കും. നിങ്ങൾ പല ഗോളുകളും സെറ്റ് ചെയ്തിട്ടും നിങ്ങൾ അതിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ പിന്നെ ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾ അതിലേക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, എടുക്കുന്നുണ്ടാവില്ല. പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ലൈഫിൽ ആവശ്യമുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ, ലൈഫിൽ നിങ്ങളുടെ സർക്കിൾ ശ്രദ്ധിക്കുക. ഞാനിന്നൊരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു. എന്താണ്? നിങ്ങളുടെ സർക്കിളാണ് നിങ്ങൾ രൂപപ്പെടുത്തുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത 5 സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ആ 5 സുഹൃത്തുക്കൾ നിങ്ങൾ ആരാവണമെന്ന് തീരുമാനിക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആളുകളായിരുന്നു. ഓക്കെ, നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ 5 സുഹൃത്തുക്കൾക്ക് ഗോളില്ലെങ്കിൽ ആ സുഹൃത്തുക്കളെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ. ക്ലിയർ ആണോ? നിങ്ങളുടെ കൂടെയുള്ള 5 സുഹൃത്തുക്കൾക്ക് ഗോളില്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ചേഞ്ച് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കുന്നല്ല. ഗോളുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ യു ആർ ദ ആവറേജ് ഓഫ് ദാറ്റ് 5 പേഴ്സൺസ്. 5 ആളുകളെ പോലെ നിങ്ങളുമായിട്ട് മാറും. നിങ്ങൾ 5 സുഹൃത്തുക്കൾക്ക് ഗോളില്ലെങ്കിൽ യു ആർ ഇൻ എ ഡേഞ്ചർ സർക്കിൾ. ഗോളുകളുള്ള വിജയിച്ച ആളുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വിജയിച്ചവരുടെ കൂടെ കൂടാൻ ശ്രമിക്കുക. അവരോട് ചോദിക്കുക, അവരോട് പഠിക്കുക. ബി ആൻ ആക്ഷൻ ടേക്കർ. എപ്പോഴും ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കാതെ ഫാറ്റ് മാറ്റ് കാറ്റ് എന്നുള്ള ഫാസ്റ്റ് ആക്ഷൻ ടേക്കർ ആവുക. ഫാസ്റ്റ്. ഓക്കെ, ആജ് കരോ അബ് കരോ എന്ന് പറഞ്ഞ സാധനമല്ലേ? കൽ കരോ ആജ് കരോ. APJ അബ്ദുൽ കലാം പറഞ്ഞ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യൂ. അല്ലേ? ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളോ ഇപ്പൊ ചെയ്യൂ. ഡു ഇറ്റ് റൈറ്റ് നൗ. ഇപ്പൊ ചെയ്യൂ. നിങ്ങൾക്ക് അതിലെന്താ ആക്ഷൻസ് എടുക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പൊ അതിലേക്ക് പോവുക. അങ്ങനെ ആക്ഷൻസ് എടുക്കുന്ന ഒരാളുടെ കൂടെക്കാണ് അയാൾക്കാണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് നെഗറ്റീവ് അല്ല. ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. അതിൽ ആക്ഷൻ അട്രാക്ഷൻ എന്നുള്ളതിലെ ആക്ഷൻ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിലേക്ക് നോക്കാനും നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഹാൻഡ് ഓവർ ടു ഗോപി. Okay, thank you, sir. Thank you so much. So, team members, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സോ ഫസ്റ്റിൽ ആരാ സംസാരിക്കുന്നത്? മാജിക് മോർണിംഗ്. ഓക്കെ, ആദ്യമായിട്ട് ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത 31 പേർക്കും വളരെയധികം നന്ദി, അഭിനന്ദനങ്ങൾ. നമ്മുടെ 5 സുഹൃത്തുക്കളെ നമ്മളോടൊപ്പം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളോടൊപ്പം ഇനിയും 5 പേരെ ചേർത്തിട്ട് നമുക്ക് നാളെ ഒന്നുകൂടി ക്ലാസ് ഉഷാറാക്കണം. ഈ പുതിയ ആളുകളൊക്കെ ഇന്ന് നമ്മൾ കേട്ട വിഷയത്തെക്കുറിച്ച് ഒരു 2 വാക്കെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ഓക്കെ, അസ്ലം എന്നുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ പെട്ടെന്ന് അസ്ലം. പെട്ടെന്ന് ആരെയും മുന്നോട്ട് വന്ന് പറഞ്ഞോളൂ. പേര് വിളിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് പറഞ്ഞോളൂ. സമയം കുറവാണ്, പെട്ടെന്ന് പറയാം. ഓക്കെ. മാജിക് മോർണിംഗ് ഓക്കെ, കേൾക്കുന്നുണ്ടോ? നൗഫൽ സർ. ഓക്കെയാണ് സർ, പറഞ്ഞോളൂ. അതെ സിസ്റ്റർ, പിന്നെ ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ്സായിരുന്നു. ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ക്ലാസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ സീക്രട്ട് വായിക്കാത്തവർക്ക് വായിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിന്റെ PDF കഴിഞ്ഞ ദിവസം സിസ്റ്ററെ അയച്ചു തന്നിരുന്നു. അത് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം.
വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. അതിലെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ അടുത്ത ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ്. താങ്ക് യു. താങ്ക് യു. Okay, thank you, sir. Then വേറെ Magic ആർക്കെങ്കിലും morning, ഡൗട്ട് sir. പറഞ്ഞോളൂ. ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്. എന്താ പറയാ, നമ്മള് ദ പവർ ഓഫ് നൗ, എന്താ പറയാ, ഈ പക്ഷികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അതായത് അവര് അപ്പോഴത്തെ അന്നത്തെ ഒരു കാര്യത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, പിറ്റൊരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കുക. അതൊരു വലിയ എക്സാമ്പിൾ ആയിട്ട് തോന്നി, കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. നല്ലൊരു കാര്യം എന്തായാലും ദ പവർ ഓഫ് നൗ എന്ന് പറയുന്നത്. നമ്മള് ടേക്ക് ആക്ഷൻ, നമ്മള് ആക്ഷനിലേക്ക് എടുക്കുക, എന്താ പറയാ, പ്രവൃത്തികളിലേക്ക് നമ്മൾ തുനിഞ്ഞിറങ്ങുക. നമ്മൾ ഒരുപാട് ചിന്തിച്ച് കാട് കയറുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പോ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആയിട്ട് ആ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക, പ്ലാനിങ്ങുകൾ ഉണ്ടാക്കുക, അതിനുശേഷം അതിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ് ഇന്ന് പഠിച്ച കാര്യം. പിന്നെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ചിന്തിക്കുക. പലപ്പോഴും എനിക്കും പറ്റാത്തതാണത്. ചില സമയത്ത് കൂടുതലായിട്ട് നമ്മൾ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ ആർഗ്യുമെന്റ്സ് ചെയ്യും. അപ്പോ അതിലൊരു കൺട്രോൾ കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണിത് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ്, വളരെ വാല്യുബിൾ ആണ്. താങ്ക് യു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീക്കിലെ സ്കോറാണ്. ഓക്കെ, അപ്പൊ ഈ Okay, സ്കോറിൽ thank you. ഞാനിന്ന് ഒരു പുതിയൊരു കാര്യം ആഡ് ചെയ്യും. ഓക്കെ, ഇതിൽ ഞങ്ങൾക്ക് ഒരു ഗ്രീൻ സോണും അതേപോലെ തന്നെ ഓറഞ്ച് സോണും റെഡ് സോണും ഉണ്ടാവും. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിൽ കുറെ ആളുകൾ ചിലപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തായിരിക്കും. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് കഴിഞ്ഞ ഒരു വീക്കില്, കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഈ ഒരു തിങ്കളാഴ്ച വരെയുള്ള അപ്ഡേഷൻ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇത് ചൊവ്വാഴ്ച തന്നെ വരുള്ളൂ. ആ സമയത്ത് ഉള്ള സ്കോറാണ്. പ്രസാദ് സാറ്, പ്രീത മാം ഒക്കെയാണ് അതിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ദിവ്യ ദിനജി, നൗഫൽ മുത്തം, ഷൈനി മാം, ബീന മാം, മണി സാറ്, ഷില മാം, സിന്ധു മാം ഒക്കെ വരെയുള്ള ആളുകൾ ഓക്കെയാണ്. ഓക്കെ, ഇതൊക്കെ ഒരു 600-നൊക്കെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ സോൺ ആണ്. ഓക്കെ, ഒരു 500 to 600 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഏകദേശം നമുക്കൊരു ഓറഞ്ച് സോണാണ്. ഓക്കെ, ബിലോ 500 ഒക്കെ ആണെങ്കിൽ നമുക്കതൊരു ഡേഞ്ചർ സോൺ എന്നൊരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ മാറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യും, ഒഴിവാക്കും. ബിമാജിക്കിന്റെ ഗ്രൂപ്പ് എന്നല്ല, ഈ ചലഞ്ച് ഗ്രൂപ്പിൽ നിന്ന് അവരെ ഒഴിവാക്കും. ഓക്കെ, അപ്പൊ അതൊരു ഓട്ടോമാറ്റഡ് ആയിട്ട് ഇപ്പൊ ഈ വരുന്ന പോലെ തന്നെ പിന്നീട് സാക്ഷാർക്ക് നോക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സെറ്റ് ചെയ്ത് തരും. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ആ ഒരു സോണിൽ വരും. ഇവിടെ കളർ മാറി വരും. ഇത്രയാണെന്നുള്ളത് ഇതിപ്പോ ഓട്ടോമാറ്റഡ് ആയിട്ട് ഇപ്പൊ റിസൾട്ട് എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഓക്കെ, ഞാൻ ലീഡേഴ്സ് മീറ്റ് വെക്കുന്ന സമയത്ത് ഞാൻ അത് ലീഡേഴ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് അത് എങ്ങനെയാണ് അർജന്റിന്റെ ഓപ്ഷനിൽ കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വെക്കാം. ഓക്കെ, ഇതുവരെ ടോട്ടൽ സ്കോറാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഇത് ചെയ്ത ആളുകളാണ്. ഈ 10-ാം തീയതി വരെ ചെയ്ത ആളുകൾ, ഇന്നലെ വരെ ചെയ്ത ആളുകളുടെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ആരൊക്കെ ചെയ്തു, ആരൊക്കെ ചെയ്തില്ല ഒക്കെ ഇവിടെ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഇന്നലെ ആരൊക്കെയാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഇട്ടിരിക്കുന്ന വെച്ചെങ്കിൽ ജസ്റ്റ് ആ ഡേറ്റ് മാത്രം ഇവിടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇന്നലത്തെ മാത്രം ആളുകളുടെ റിപ്പോർട്ട് വരും. ഇത്രയും ആളുകളാണ് ഇന്നലെ റിപ്പോർട്ട് ഇരിക്കുന്നത്. റസാഖ് സാറ്, ബഷീർ സാറ്, ബീന മാം, ദീപ മാം, ദിവ്യ മാം, ജ്ഞാനം, നൗഫൽ, പ്രീത, ഷൈനി, സിന്ധു മാം. ഓക്കെ, ഇതല്ലാത്ത ആളുകൾ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകുന്നതിനെ അവരോട് വിളിക്കുക, ചോദിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ചലഞ്ച് ഗ്രൂപ്പിൽ ആ ഇതിൽ പേരുണ്ടാവരുത്. ആ ഗൂഗിൾ ഫോമിൽ നിന്ന് അജിഷാനോ ഡിസ്കസ് ചെയ്ത പേര് ഒഴിവാക്കും. ഓക്കെ, അങ്ങനെ റിമൂവ് ചെയ്യുന്ന ആളുകളെ പിന്നെ എന്ത് ചെയ്യരുത്, അറ്റ്ലീസ്റ്റ് 3 മാസത്തേക്ക് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് തിരിച്ചേക്കരുത്. ക്ലിയർ ആണോ? ഏറ്റവും മിനിമം ഒരു പണിഷ്മെന്റ് ചെയ്യുക എന്നുള്ളത് 3 മാസം. ആ 3 മാസത്തേക്ക് നിങ്ങൾ എടുക്കരുത്. ആ 3 മാസത്തിന് ശേഷം എടുക്കുകയാണെങ്കിൽ അവർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാതെ അവർ ആർക്കെങ്കിലും ഒരാൾക്ക് പേഴ്സണലി കൺസിസ്റ്റന്റ് ആയിട്ട് 21 ഡേയ്സ് ഇത് കാണിച്ചു തന്നതിന് ശേഷം മാത്രം അവരെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണെന്നുണ്ടോ? ഓക്കെ, അത് അത്രയും ഒരു വാല്യൂ ഉള്ള ഗ്രൂപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് മാറ്റണം. ഇപ്പൊ എല്ലാ സിസ്റ്റങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റം ബേസ് ചെയ്തിട്ട് നിങ്ങൾ റിപ്പോർട്ടുകൾ നോക്കുക, റിപ്പോർട്ടുകൾ നോക്കിയിട്ട് അത് ചെയ്യാം. ഓക്കെ, ഞാനത് ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ടാബിൾ സെറ്റ് ചെയ്തതാ. ആ ടാബിൾ സെറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരുന്നു. ഓക്കെ, ഇപ്പൊ സാറ് ഇപ്പൊ ഈ പ്രസന്റ് ചെയ്ത സാധനം ചിലപ്പോ പുതിയ ആളുകൾക്ക് എന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല, എന്താണ് ഈ സാധനം എന്നുള്ളത്. അപ്പൊ ഇത് ഒരു ചലഞ്ച് ഗ്രൂപ്പ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്.
ആ ഗ്രൂപ്പിലുള്ള പ്രത്യേകത അവിടെ ഗാലറി ഇല്ലാത്ത ഒരു കളിക്കളമാണ്. എന്ന് പറഞ്ഞാൽ ഗാലറി ഇല്ല, അവിടെ ഇരിക്കാൻ പറ്റൂല, കളിക്കാൻ അറിയുന്നവർ വരിക. അതായത് എല്ലാ ദിവസവും ഫോർഗീവ്നെസ് അഫർമേഷൻ എഴുതി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചലഞ്ചായിട്ട് ജീവിതത്തിൽ ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ സിന്ധു മാമിനെയോ എന്നെയോ കോണ്ടാക്ട് ചെയ്താൽ ആ ഗ്രൂപ്പിലേക്ക് അഡ്മിഷൻ കിട്ടും. ഗ്രൂപ്പിൽ ചെയ്തില്ലെങ്കിൽ റിമൂവ് ആക്കുന്ന കാര്യമാണ് സേഫ് സാർ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ പ്രസന്റ് ചെയ്ത കാര്യം ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഒന്നുകൂടി ഞാനത് വിശദീകരിച്ചു തന്നാണ്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ സാറേ. ആ. മെഡിറ്റേഷന് കയറുന്നതിന്റെ മുന്നേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഫോണ് മ്യൂട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഓർക്കാതെ ആവും സംസാരിക്കുക, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആയിട്ട് തോന്നും. ആരാണ് എന്താന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരും നാളെ തൊട്ട് മെഡിറ്റേഷന് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മ്യൂട്ട് ആണോ എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. നമുക്ക് സേവേഴ്സ് എന്ന് പറയുന്ന കൾച്ചർ ഉപയോഗമിട്ട് സേവേഴ്സ് എന്ന് പറയുന്ന ഒരു കൾച്ചറാണ് ഈ ലോകത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കീപ്പ് ചെയ്തൊരു കൾച്ചർ. ഓക്കെ, സേവേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 7 കാര്യങ്ങളാണ്. എസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സൈലന്റ് ആയിട്ടിരിക്കുക, അഥവാ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യുക, സ്വയം സൈലന്റ് ആയിട്ടിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രപഞ്ചമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അഫർമേഷൻ ചെയ്യാന്നുള്ളത്. നമ്മളെ തന്നെ ഒന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ മെന്റലി സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ വി എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുകയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഒരു വിഷ്വൽ രൂപത്തിൽ നമ്മളതൊരു സ്വപ്നം കാണുന്ന പോലെ കാണും. ഇ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനും ഡോപ്പമിനൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എക്സസൈസ് ഒരു ദിനചര്യയാക്കിയിട്ട് മാറ്റുക. 6 എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ ലൈഫിൽ എപ്പോഴും റീഡ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ 6 എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്ന കാര്യം സ്ക്രൈബിംഗ് ആണ്. നാളേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഈ 7 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൾച്ചറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ കൾച്ചറിൽ ചില കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് സ്കോർ വരുന്ന ആളുകളാണ് ആ ഗ്രൂപ്പിൽ നിൽക്കുക. അല്ലാതെ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കും. അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. So thank you all. Yes, sir. Okay, thank you so much. നമുക്ക് സെഷൻ Thank you. Thank you, sir. Thank you, sir. Thank you, sir. sir. Thank you all. Thank you all. Thank you all. Thank you, sir. Thank you. Thank you very much.